ഇരു മുന്നണികളും വർഗീയ പ്രചരണം നടത്തുന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വി.ഡി. സതീശൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തി. നിരോധിത ഭീകരവാദ സംഘടനയായ എസ്.ഡി.പി.ഐ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നടത്തുന്നത് ഭയപ്പെടുത്തുന്ന പ്രചാരണമെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വ്യാപകമായി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ചില പ്രചാരണ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇരട്ട വോട്ട് സംബന്ധിച്ചുമൊക്കെയുള്ള വാർത്തകളിലേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് കൃത്യമായി ചില നിലപാടുകൾ കെ സുരേന്ദ്രൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാട്ട് ഗ്രീൻ ആർമി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വർഗീയത ഏത് ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വെറുതെ അങ്ങ് ആരോപണം ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ കൂടി തയ്യാറെടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ LDF UDF നടത്തുന്ന വർഗീയ പ്രചാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത്? വീണ, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരു മുന്നണികളും വർഗീയ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായ തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം കൽപ്പാത്തിയിലേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൽപ്പാത്തിയിൽ നിന്ന് നേരെ പോയത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ മാത്രമല്ല, പാലക്കാട്ടെ സഞ്ജിത്ത് വധക്കേസിലും ശ്രീനിവാസൻ വധക്കേസിലും പ്രതികളായവരുടെ ബന്ധുക്കളുമായി ഉൾപ്പെടെ വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഈ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPI നേരത്തെ തന്നെ കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും കോൺഗ്രസ് അതിനെ തള്ളിപ്പറയാനോ മറ്റോ ഒന്നും തയ്യാറായിട്ടില്ല. ഈ SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPIയുടെ നേതാക്കളുമായും മറ്റുമെല്ലാം കൂടിക്കാഴ്ച നടത്തുന്ന തരത്തിലേക്ക് ഈ മാറിയിരിക്കുന്നത്. മാത്രമല്ല, പച്ചയായ വർഗീയ പ്രചാരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഒരിടത്ത് പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ തന്നെ SDPIയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ അവസാന ഘട്ടത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നോട്ട് പോകുന്നത് എങ്കിൽ മറ്റൊരിടത്ത് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷം PDPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പാലക്കാട്ടെ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് PDPI പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപമായി കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ വർഗീയമായി ഒരു വിഭാഗത്തിലെ ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് ഈ ഇടത് വലത് മുന്നണികൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ധ്രുവീകരണം നടത്തിക്കൊണ്ട് കൃത്യമായ ഈ ഇത്തരത്തിലുള്ള നിരോധിത സംഘടനയുടെ പോലും പ്രവർത്തകരുമായും കൊലക്കേസിലെ പ്രതികളായ ആളുകളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ശ്രീ ഒ അബ്ദുള്ള ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുള്ള, ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാട്ട് ഒരു ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ ആവേശത്തോട് അങ്ങ് അടുക്കുകയാണത്, അതിൻ്റെ അവസാനത്തോട് അടുക്കുന്നു. അവിടെ ഇപ്പോൾ വർഗീയതയാണ് ചർച്ചാ വിഷയം. UDFും LDFും ഈ വിഷയത്തിൽ മത്സരിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് അവിടുത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചതിൽ നിന്ന്? അതായത് കേരളത്തിലെ, ഇന്ത്യയിലെയും എന്ന് പറയാം, മനുഷ്യരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ, പിന്തള്ളപ്പെട്ടവരുടെ, വഴിയാധാരമാക്കപ്പെട്ടവരുടെ പ്രശ്നം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും സാധാരണ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയോ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയോ ചെയ്യുകയില്ല. കാരണം കത്തിപ്പടരൂല. കത്തിപ്പടരാൻ എളുപ്പമുള്ളത് വർഗീയതയാണ്. അത് ഈ കേരളത്തിലെന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പേരിന് വേണ്ടി ഒന്നങ്ങ് പരാമർശിച്ചു പോകുമെന്നല്ലാതെ കൂട്ടം കൂട്ടമായി ഇന്ത്യയിലെ യുവാക്കൾ, അതും വെൽ എഡ്യൂക്കേറ്റഡ് ആയ, നമ്മൾ ഒരുപാട് പണം ചെലവഴിച്ച് പഠിപ്പിച്ച കുട്ടികൾ കൂട്ടം കൂട്ടമായി കാനഡയിലേക്ക് ഒഴുകുക, ഒറ്റക്കൊറ്റക്ക് പോലെ ഒഴുകിപ്പോവുക. ഇന്ത്യയുടെ ഈ മനുഷ്യശേഷി എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ സമ്പത്തായി മാറും എന്നൊക്കെ പ്രവചിക്കപ്പെട്ടിരുന്നു. അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ പോയി. ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വിഷയമല്ല. എങ്ങനെ ഒരു തൊഴിൽ മേഖല കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവസരം സൃഷ്ടിക്കാം, ഇതൊന്നും ചർച്ച വിഷയമല്ല. ഉടനെ വരും ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ, ഒരു തരക്കൽ മുസ്ലിമായ മതി, ഒന്നുകിൽ മുത്തലാഖ്,
മുത്തലാഖ് എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പോലും അറിയില്ല. ഞാൻ ആ ചർച്ചയിൽ പലപ്പോഴും പങ്കെടുത്തതാ. 3 കെട്ടാണ് മനസ്സിലാക്കി വെച്ച്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സ്ത്രീ ഒരു കാലത്തും തലാഖ് ചെല്ലരുത്, ഒഴിവാക്കരുത്. അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ 3 ചാൻസ് തിരിച്ചെടുക്കാൻ. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുത്തു, വീണ്ടും തിരിച്ചെടുത്തു, വീണ്ടും തിരിച്ചെടുത്തു. ഇതാണ് മുത്തലാഖ്. അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ഇപ്പോഴും ഈ വഖഫ് എന്നൊരു വാക്ക് ഇങ്ങോട്ട് കേട്ടതോടുകൂടി അതൊരു അറബി പദം. തെറ്റായിട്ട് ഉച്ചരിക്കുന്ന വഖഫ് എന്ന് പറയും. വഖഫ് എന്ന ശരിയായ ഉച്ചാരണം. അത് ആ ഒരു നിലക്കും ഒരാള് ഈ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അത് ജാതി മത വ്യത്യാസമില്ലാതെ പക്ഷികൾക്ക് അത് അവിടെ കായ്ക്കനികൾ ഉണ്ടെങ്കിൽ അത് തിന്നു പോകാനുള്ള സ്വാതന്ത്ര്യം, പൊതുജനങ്ങൾക്ക് അതിനുള്ളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് അറബ് രാജ്യത്തൊക്കെ അത് അധികം ഉള്ളത്, അവിടെ കടന്ന് കാരക്ക വയറ് നിറയെ തിന്നാമെന്ന് പ്രവാചകന്റെ വചനത്തിലുണ്ട്. മടക്കിക്കുത്തിൽ കൊണ്ടുവരരുത്, അവിടെ ഇരുന്ന് വയറ് നിറയെ തിന്നാം. അതുപോലെ വഖഫ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒന്നാണ്. ഇതുമേൽ പിടിച്ച് കയറിയിട്ട് ഇനി അടുത്തൊരു ഇഷ്യൂ വരുന്നവരെ കൊണ്ടുപോകുക എന്നതാണ് ഇതിലുള്ളത്. യഥാർത്ഥത്തിൽ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. അതോടൊപ്പം അവിടെ അധിവസിക്കുന്ന ആളുകളെ അവർ മനുഷ്യരാണ്. അപ്പൊ ഇതിലൊക്കെ അടിസ്ഥാനപരമായുള്ളത് മനുഷ്യത്വം. അവരെ പീഡിപ്പിക്കാതെ വേദനിപ്പിക്കാതെ യഥാർത്ഥത്തിലുള്ള എന്ത് പരിഹാരം അത് മുസ്ലിങ്ങൾ എന്ന് വിചാരിച്ചാലും കഴിയും. മുസ്ലിങ്ങൾ മറ്റുള്ളവരും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് അവിടെയുള്ള ആ കുടുംബങ്ങളെ പുനരധിവസിച്ചുകൊണ്ട് ആ സ്വത്തിന്റെ യഥാർത്ഥ അവകാശം ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കൽ മാത്രം, അതായത് വഖഫാക്കി നിലനിർത്തലാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഗ്രീൻ ആർമി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര കണ്ട് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയാൽ അതെങ്ങനെ പരിഗണിക്കപ്പെടും, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷകരോ ഒക്കെ എന്താണ് നോക്കുന്നത് എന്നുകൂടി സംശയം ഉയരുകയാണ്. അല്ല, ഗ്രീൻ ആർമി ഇതെല്ലാം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തിലും ഒരു സ്ലീപ്പിംഗ് വളരെ നിശബ്ദമായ ഒരു വിഭാഗം ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറേയും കൂടി വ്യവസ്ഥാപിതമായിട്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നതും വേണ്ട സമയത്ത് നമ്മൾ പറയണ്ടല്ലോ ഒന്ന് ആളെ ഉണ്ട് എന്ന് പിന്നീട് പാട്ടുപാടി കൊടുക്കുന്ന ഒരവസ്ഥ. ആ രീതിയിലുള്ളതായ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു തുറന്ന ചർച്ചയിൽ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗത്തിലുണ്ട് എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാനേ പറ്റുള്ളൂ, അല്ലാതെ തെളിവില്ല. വളരെ നന്ദി ശ്രീ ഒ അബ്ദുള്ള. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. അരുണിലേക്ക് വീണ്ടും അരുൺ പറഞ്ഞു വരികയായിരുന്നു ഈ ഗ്രീൻ ആർമി എങ്ങനെയാണ് പാലക്കാട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതിനൊപ്പം തന്നെ ചില വെല്ലുവിളികൾ കൂടി കെ സുരേന്ദ്രൻ നടത്തുന്നുണ്ട്. UDF-നോടും LDF-നോടും എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തുറന്നു പറയുന്നില്ല നിലപാട് എന്ന കാര്യത്തിൽ അരുൺ? വീണ, തീർച്ചയായും ഈ ഗ്രീൻ ആർമി ഒരു MLA-യുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഏതായാലും പാലക്കാട്ടെ വീടുകൾ കയറി ഇറങ്ങുകയാണ് ഗ്രീൻ ആർമി. ഗ്രീൻ ആർമി കൃത്യമായി തന്നെ മുസ്ലിം കുടുംബങ്ങളിലും അതുപോലെ തന്നെ പള്ളികളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഗ്രീൻ ആർമി ഇത്തരത്തിൽ പാലക്കാട് ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു പ്ലാനോടുകൂടി ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിലിന് വേണ്ടി ഇത്തരം പ്രചാരണ പരിപാടികൾ അണിയറയിൽ രഹസ്യമായി നടന്നിരുന്നു. ഇപ്പോൾ അത് പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് BJP പറയുന്നത്. മുൻ വർഷങ്ങളിലേക്ക് മുൻപത്തുള്ള തെരഞ്ഞെടുപ്പുകളിലെ ആ ഒരു പാറ്റേണൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മുസ്ലിം വോട്ടുകൾ അത് ഷാഫി പറമ്പിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്രവർത്തനം, അതിൽ തന്നെ വർഗീയ പ്രചാരണം അടിത്തട്ടിൽ മുൻപ് ഷാഫിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് ഉൾപ്പെടെ കാരണമായത് ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണം. ശ്രീധരൻ ഒരിടത്ത് വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചപ്പോൾ മറ്റൊരിടത്ത് അതിന് വർഗീയമായിട്ടുള്ള ഒരു പ്രചരണം കൂടെ വേറൊരു അടിത്തട്ടിൽ നടന്നതുകൊണ്ടാണ് അവിടെ ശ്രീധരനെ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് നേരത്തെ തന്നെ BJP-യുടെയും മറ്റുമൊക്കെ കണക്കുകൂട്ടലിൽ അവർ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ഇപ്പോഴേതായാലും അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഗ്രീൻ ആർമി
രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവർ കൃത്യമായി തന്നെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചും ഒക്കെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുന്നത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നേരത്തെ വടകരയിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണമാണ് ഈ ഷാഫി പറമ്പിലും മറ്റും മത്സരിക്കുന്ന സമയത്ത് വടകര കേന്ദ്രീകരിച്ച് നടന്നിരുന്നത്. ഇപ്പോൾ പാലക്കാടും സമാന രീതിയിൽ വർഗീയതയാണ് ഈ ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു വർഗീയ പ്രചാരണം നടത്തി വോട്ട് തട്ടിയെടുക്കാനുള്ള ഇവരുടെ നീക്കം അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇതിന് കൃത്യമായി തന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അവർ അവരുടെ ഈ സമ്മതിദായ അവകാശത്തിലൂടെ ഇതിനെതിരെ കൃത്യമായ ഒരു നിലപാട് പാലക്കാട്ടെ വോട്ടർമാർ സ്വീകരിക്കുമെന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. ഏതായാലും സംഭവത്തിൽ ഈ പ്രചാരണം ഇങ്ങനെ കൊഴുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഗ്രീൻ ആർമിയുടെ പ്രവർത്തനവും മറ്റും ഒക്കെയായി ഏത് വിധേനയും വോട്ടുകൾ നേടുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനെ നിയമപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് തന്നെ നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകാനാണ് BJP ഉദ്ദേശിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയമായും ഒരു പ്രചരണം ഉണ്ടാകുമോ അരുൺ? അങ്ങനെ ശ്രീ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ടോ? കാരണം ഇത് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, ഇനി അധിക ദിവസങ്ങളില്ല. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ നടക്കുമ്പോൾ അത് രണ്ട് തരത്തിലാണ്. ഒന്ന് വോട്ട് പിടിക്കാൻ എന്ന രീതിയിലാണ് എങ്കിൽ പോലും അതെങ്ങനെയാണ് പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിലാക്കിയെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വ്യക്തമാവുകയും ചെയ്യും. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രത്യേക നിലപാടെടുക്കാതെ വേറൊരു തരത്തിലൊരു വർഗീയ പ്രചരണം നടത്തുമ്പോൾ മതേതര പാർട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് വരികയും വർഗീയ പ്രചരണം നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയമായി കൂടി എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് BJP? തീർച്ചയായും ഇത് ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി തുറന്നു കാണിക്കും എന്നുള്ളതാണ് BJP പറയുന്നത്. മാത്രമല്ല കെ സുരേന്ദ്രൻ VD സതീശനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. ഈ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ മുതൽ ഈ VD സതീശനായാലും ഇടതുപക്ഷമാണെങ്കിലും ഒക്കെ പറയുന്നത് വർഗീയതയ്ക്കെതിരെയാണ് ഇവരുടെ പോരാട്ടം എന്നാണ് പറയുന്നത്. അങ്ങനെ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ VD സതീശൻ SDPIയുടെ വോട്ടുകൾ വേണ്ട, ഈ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയുന്നതിന് തയ്യാറാവുമോ എന്നാണ് കെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനും ഈ കോൺഗ്രസ് തയ്യാറാവുമോ എന്ന് നിരന്തരം BJP ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ തന്നെ ജനം TV തന്നെ നേരത്തെ ഈ VD സതീശനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും ഒക്കെ ഇതേ ചോദ്യം നമ്മൾ ചോദിച്ചതാണ്. ഇത്തരത്തിൽ BJP ചോദിക്കുന്നു, നിങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവുമോ എന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെങ്കിലും ഒരു വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവുമോ, ആരുടെ വോട്ടും വേണ്ട എന്നൊന്നും പറയാൻ ആരും തയ്യാറാവില്ല എന്നുള്ളതായിരുന്നു VD സതീശൻ നമ്മൾ ജനം TVയോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫി പറമ്പിലിനോടും ചോദിച്ചപ്പോൾ അവരുടെ പതിവ് വല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത്, തങ്ങൾ വർഗീയതയ്ക്കെതിരെ തന്നെയാണ് പോരാട്ടം നടത്തുന്നതെന്ന്. പക്ഷെ നമ്മൾ വീണ്ടും എടുത്ത് ചോദിച്ചിരുന്നു, ഈ SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പേരെടുത്ത് പറയാത്ത എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലാതെ ഒഴിഞ്ഞു മാറുകയാണ് ഈ നേതാക്കളും സ്ഥാനാർത്ഥിയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരിടത്ത് വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുന്നു, മറുവശത്ത് കൃത്യമായി തന്നെ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വർഗീയ പ്രചാരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ഈ കൊലപാതകത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പാലക്കാട് വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പാലക്കാടിനെ തന്നെ നടുക്കിക്കൊണ്ട് നടത്തിയ രണ്ട് കൊലപാതകങ്ങളാണ്. ഒന്ന് സഞ്ജിത്തിൻ്റെ കൊലപാതകം, മറ്റൊന്ന് ശ്രീനിവാസിൻ്റെ കൊലപാതകം. ഈ രണ്ട് കൊലപാതക കേസുകളിലെയും പ്രതികളായ ആളുകളുടെ ബന്ധുക്കളുടെ വീടുകളിൽ വരെ VD സതീശൻ പോയി ഈ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അവിടെയൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് കൃത്യമായി തന്നെ ഈ കോൺഗ്രസിൽ ഇനി എന്താണ് ഈ വിഷയത്തിൽ VD സതീശൻ ഉൾപ്പെടെ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല കൽപ്പാത്തിയിലെത്തിയ VD സതീശൻ കൽപ്പാത്തിയിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണെന്ന് പറയുമ്പോൾ അത് പാലക്കാട് എത്രമാത്രം ഭയപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും BJP ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളി ഉയർത്തുന്നു. PDPIയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ, PDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇടതുപക്ഷം തയ്യാറാവുമോ, SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാവുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്.
ഒരു കാര്യം കൂടിയുണ്ട് അരുൺ ചോദിക്കാൻ. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലായി പള്ളികൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണം നടത്തുന്നു SDPI. ഇതേ സ്ക്രീനിൽ കാണാം ആ നോട്ടീസ്. പാലക്കാട്ടെ BJPയുടെ വളർച്ചയുടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ലഘുലേഖ. തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടെന്നും ലഘുലേഖയിൽ പറയുന്നു. അരുൺ, ഇതൊരു തരത്തിൽ BJPയുടെ വളർച്ച കാണിക്കുക കൂടിയാണ്. അപ്പോൾ അത് എത്രത്തോളം കൃത്യമായി അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൃത്യമായി SDPIയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ നോട്ടീസ് എന്താണ് അവിടെ ഈ വിഷയത്തിൽ ചർച്ച? വീണ, ഈ SDPI പാലക്കാട് വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ എന്ന തരത്തിൽ അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ SDPIയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ ലഘുലേഖ വിതരണമാണ് SDPI നടത്തിയിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, നമുക്കറിയാം. ആ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് SDPI ലഘുലേഖ വിതരണം നടത്തിയിരിക്കുന്നത്. പാലക്കാട് തെരുവത്ത് പള്ളിയിൽ ഇവർ ഇത്തരത്തിൽ ലഘുലേഖ വിതരണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേപ്പറമ്പ് ഭാഗത്തും പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ള പള്ളികളിലാണ് ഈ SDPI ഇത്തരം ഒരു ലഘുലേഖ വിതരണം നടത്തിയിരിക്കുന്നത്. ഈ ലഘുലേഖയിൽ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ലഘുലേഖയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെ BJPയുടെ വളർച്ച ഈ ലഘുലേഖയിൽ കൃത്യമായി തന്നെ SDPI ചൂണ്ടിക്കാണിക്കുന്നു. അതായത് 2016-ൽ 40,000 വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായത്. പിന്നീട് 2021-ൽ 50,000 വോട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 43,000 വോട്ട്. BJPയുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ കൃത്യമായി തന്നെ എപ്പോഴും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ UDFന്റെ വോട്ടും അതിൽ കാണിക്കുന്നുണ്ട്. 57 അവർക്ക് 2016-ൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം 2021-ലേക്ക് വരുമ്പോൾ 54, 2024-ലേക്ക് വരുമ്പോൾ അത് 52 കുറയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ LDFന് 38,000 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് 36 2021-ൽ. 2024-ലേക്ക് വരുമ്പോൾ അത് 34,000-ലേക്ക് കുറയുകയാണ് ചെയ്തത്. ഇതിൽ കൃത്യമായി തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കുറഞ്ഞു വരികയും BJP പാലക്കാട് വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളത് ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ BJPയെ ജയിക്കാൻ അനുവദിച്ചുകൂടാ എന്ന തരത്തിലൊരു കാര്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വർഗീയ പ്രചാരണമാണ് SDPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ നോട്ടീസ് വ്യാപകമായിട്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ SDPI വിതരണം ചെയ്തിട്ടുണ്ട്. BJP ഇതിലൊരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്, BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരത്തെ പറഞ്ഞത്, ഈ നോട്ടീസ് അടിച്ചു നൽകിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് SDPIക്ക് ഇത്തരം ഒരു നോട്ടീസ് അടിച്ചു നൽകിക്കൊണ്ട് ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് മറ്റുമൊക്കെ വിതരണം ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ കോൺഗ്രസിൻ്റെ വർഗീയ പ്രചാരണം പല വഴിക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഗ്രീൻ ആർമിയെ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വർഗീയ പ്രചാരണം പാലക്കാട് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്നതെങ്കിൽ മറ്റൊരിടത്തെ SDPIയെ കൂട്ടുപിടിച്ചുകൊണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണവും മറ്റുമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, തെളിവ് സഹിതം. ഇപ്പോൾ ഈ നോട്ടീസിൻ്റെ ചിത്രം ഉൾപ്പെടെയാണ് BJP പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ നിരവധി ആളുകളിൽ നിന്ന് ഇതേ നോട്ടീസ് ലഭിച്ചിരുന്നു. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരത്തിൽ നോട്ടീസ് വിതരണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. ഈ തെരുവത്ത് പള്ളിയിൽ ഉൾപ്പെടെ ഇന്നലെ ഈ നോട്ടീസ് വിതരണം നടന്നിരുന്നു എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് മാത്രമല്ല, പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു ലഘുലേഖ വിതരണം പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ആർമിയുടെ പ്രവർത്തനം സംബന്ധിച്ചും കൃത്യമായ വിവരങ്ങൾ ഇൻ്റലിജൻസിന് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതിന് വേണ്ടി ഈ സമൂഹത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തരത്തിൽ, സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യം. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ നടക്കും, അത് കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണം അത് സമൂഹത്തിന് വലിയ ആപത്താണ് എന്നുള്ളതാണ്, സമൂഹത്തിൽ വലിയ ഭയപ്പാട് സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്. നമുക്ക് മുന്നിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഭീകര സംഘടനയൊക്കെ നടത്തിയിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളോട് സംബന്ധിച്ച വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ്. പാലക്കാട് നടന്ന കൊലപാതകങ്ങൾ പോലും നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം ഭീതി സൃഷ്ടിച്ചുകൊണ്ടാണ്, സമൂഹത്തെ നടുക്കിക്കൊണ്ടാണ് ആ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കേന്ദ്ര സർക്കാരിനൊക്കെ ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ബോധ്യപ്പെടലുകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നിരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും ഇപ്പോൾ ഈ വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇടത് വലത് മുന്നണികൾ എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ശരി അരുൺ, തൃശ്ശൂർ ആവർത്തിക്കണോ വേണ്ടയോ എന്ന കാര്യം പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കും. അതിനവർ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ടുമുണ്ടല്ലോ. അത്
വോട്ട് പെട്ടിയിൽ വീണ് കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം വർഗീയ പ്രചരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള കാര്യം ഓർക്കാതെ വോട്ടിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കുന്ന എന്തും വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് തീർത്തും അപകടകരം തന്നെയാണ്.